തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. ഇടർച്ചകളും അതിന്റെ പരിണിത ഫലങ്ങളും, ഇടർച്ചകളിലൂടെ ഉണ്ടാകുന്ന വേദനയും അത് നിമിത്തം ഉണ്ടായ അസ്വസ്ഥതകളും അതിൻ്റെതായ അനന്തര ഫലങ്ങളും വ്യക്തമായി അറിഞ്ഞ ഒരു അപ്പോസ്തലനാണ് പത്രോസ്. തന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഇടറിപ്പോയി. എന്നാൽ അപ്പോസ്തലൻ തന്റെ തൂലിക ചലിപ്പിച്ച ആത്മാവിനാൽ എഴുതിയപ്പോൾ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ അധികം ഉറപ്പാക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ എവിടെയാ നിങ്ങൾ വെളിപ്പെടാൻ പോകുന്നതെന്ന് അറിയാമോ? ഭൂമിയിൽ ഇടറത്തില്ല. ഇടറാതെ നിന്നാൽ നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിൽ ഉള്ള പ്രവേശനം നിങ്ങൾക്ക് ധാരാളമായി കിട്ടും. ആ രാജ്യത്തിൽ നിങ്ങൾക്ക് ധാരാളമായി പ്രവേശിക്കാൻ ഇവിടെ നിങ്ങൾ ഇടറാതെ നിൽക്കണം. ഇടർച്ച എന്നുള്ളതല്ല എൻ്റെ വിഷയം, അത് മറ്റൊരു. ഈ ഭാഗം കഴിഞ്ഞാൽ ഉടനെ ആ ഭാഗത്തേക്ക് നമ്മൾ കടക്കും. എന്താണ് ഇടർച്ച? ഒഫൻസ്. ഇടർച്ചകൾ എന്തുകൊണ്ടുണ്ടാകുന്നു? ഇടർച്ചകളുടെ കാരണങ്ങൾ എന്താണ്? ഇടർച്ചകൾ വന്നാൽ എങ്ങനെയത് നമ്മൾ കൈകാര്യം ചെയ്യണം? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗം ചിന്തിക്കാം. ഇവിടെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. മേക്ക് ഷുവർ. ഒരു മാറ്റമില്ല, എല്ലാവരും അത് ഉറപ്പാക്കണം. ഒരുപാട് പ്രാവശ്യം അതിന്റെ പല ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചതാണ്. വിളി എന്ന് പറയുന്നതും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ട് സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ഇന്നോ ഇന്നലെ ഒന്നും നടന്നതല്ല. ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ അമ്മ, അപ്പൻ, അവരുടെ വല്യപ്പച്ചൻ, വല്യമ്മച്ചി ഒക്കെ ജനിക്കുന്നതിന് മുൻപേ ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഒരു സന്തോഷം. എന്നാൽ എന്നെ തെരഞ്ഞെടുത്തതിനൊരു ഡേറ്റ് ഇല്ലെങ്കിൽ എന്നെ വിളിച്ചതിനൊരു ഡേറ്റ് ഉണ്ട്. ആ വിളിയുടെ ഡേറ്റ് നമുക്ക് ഓർമ്മയുണ്ട്. ആ വിളി നമുക്ക് ഓർമ്മയുണ്ട്. ആ വിളി നമ്മൾ ഉറപ്പാക്കണം. ഞാൻ വെറുതെ വന്ന് ഇതിനകത്ത് ഇരിക്കുകയല്ല, എന്നെ ദൈവം വിളിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇരിക്കുന്നത്. ആ ഒരു ഉറപ്പ് എല്ലാ ദൈവ മക്കളും മനസ്സിലാക്കണം. ഇനി എന്റെ വിളി എന്ന് പറയുന്നത് ഒരു സാധാരണ വിളിയല്ല. എന്റെ വിളി ദൈവത്തിന്റെ വിളി ആയതുകൊണ്ട് അത് ഉന്നതമായ വിളിയാണ്. എബ്രായർ 3:1 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗീയമായ ഒരു വിളിയാ എന്റെ മേൽ ദൈവം അർപ്പിച്ചിരിക്കുന്നത്. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിന്റെ ആ പരമവിളിയുടെ വിരുദിനായി. അതിന്റെ മറ്റൊരർത്ഥം പറഞ്ഞാൽ, ക്രിസ്തു എന്നെ വിളിച്ച ആ ഉന്നതമായ ഹൈലി കോൾ, ആ വിളിയുടെ പരമവിരുദിനായി ഞാൻ ലക്കിലേക്ക് ഓടുന്നു. സ്വർഗീയ വിളി, പരമവിളി. തിമോഥെയോസിനോട് പൗലോസ് പറയുമ്പോൾ പറയുന്നു, ആ വിശുദ്ധ വിളിയാൽ നമ്മെ വിളിച്ച ഒരു ഹോളി കോൾ, ഹൈലി കോൾ, ഹെവൻലി കോൾ, സ്വർഗീയമായ വിളി, ഉന്നതമായ വിളി, ഒരു വിശുദ്ധ വിളി. പിന്നെ പൗലോസ് പറയുന്നുണ്ട്, കൃപയാലുള്ള വിളിയാണ്. നമ്മുടെ യാതൊരു യോഗ്യതകളും നോക്കാതെ എന്നെ കൃപയാൽ ദൈവം വിളിച്ചു. ആ വിളി ഉറപ്പാക്കണം. ആ വിളി ഉറപ്പാക്കണം. ചിലരെ ദൈവം ഡയറക്റ്റ് വിളിക്കുന്നു, മറ്റു ചിലരെ ദൈവം ഇൻഡയറക്റ്റ് ആയിട്ട് വിളിക്കുന്നു. മോശയെ ദൈവം വിളിച്ചത് ഒരു മുഖാന്തരങ്ങളിലൂടെ അല്ല, കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങി വന്നിട്ട് കേൾക്കാവുന്ന ശബ്ദത്തിൽ ദൈവം വിളിച്ചു, മോശേ, മോശേ. അതവന് കേൾക്കാം, വ്യക്തമായിരുന്നു. ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ആരാണെന്നറിയാമോ? ഒരു മായാവിയല്ല, ഒരു ആവിയല്ല, ഒരു ഷാഡോ അല്ല. പിന്നെ ആരാ? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാ. അന്നത്തെ പശ്ചാത്തലത്തിൽ അങ്ങനെ പറയണമെന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ മോശയ്ക്ക് ആ ശബ്ദം തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. കിടന്നുറങ്ങുന്ന ഒരു ബാലനാകുന്ന ശമൂവേൽ
ശരിക്കും ആ ദൈവ ശബ്ദം കേൾക്കുക, ശമൂവേൽ ശമൂവേൽ. ദൈവം അവനെ നേരിട്ട് വിളിക്കുക. പക്ഷെ ദാവീദിനോട് ചോദിച്ചാൽ പറയും, എന്നെ ദൈവം വിളിച്ചൊന്നുമില്ല, വിളിച്ചതായിട്ട് ഞാൻ കേട്ടില്ല. പക്ഷേ ഇശായിയുടെ വീട്ടിൽ, എന്റെ അപ്പന്റെ വീട്ടിൽ ഒരിക്കൽ ഒരു ശമൂവേൽ പ്രവാചകൻ വന്ന് തൈലക്കൊമ്പിൽ തൈലം നിറച്ചിട്ട് ആ കാട്ടിൽ ആട് മേയിച്ചുകൊണ്ടിരുന്ന എന്റെ തലമേൽ ഒഴിച്ചിട്ട് പറഞ്ഞു, ദൈവം നിന്നെ വിളിച്ചു. ഒരു പ്രവാചകനിലൂടെ എന്നോട് സംസാരിച്ചു. ജോഷുവ പറയും, എനിക്ക് ആ വിളിയൊന്നും കേൾക്കാൻ പറ്റിയില്ല, പക്ഷെ മോശെ എന്നോട് പറഞ്ഞു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. വിളി ഡയറക്റ്റ് ആകാം, വിളി ഇൻഡയറക്റ്റ് ആകാം. രണ്ട് നിലകളിൽ ദൈവം വിളിക്കാം. അതുകൊണ്ട് എല്ലാവരും എന്നെ ദൈവം വിളിച്ചെങ്കിലേ, എന്നോട് ദൈവം പറഞ്ഞെങ്കിലേ, അങ്ങനെ എല്ലാവരോടും ദൈവം പറയത്തില്ല, എല്ലാവരെയും ദൈവം വിളിക്കത്തില്ല. ദൈവം ചിലരെ മുഖാന്തരങ്ങളിലൂടെ വിളിക്കുന്നു. അതല്ലല്ലോ നമ്മുടെ വിഷയം. മടങ്ങി വരാം. എനിവേ, എങ്ങനെയായാലും ഇന്ന് രാത്രി വിളിക്കുന്ന ഓരോ ദൈവമക്കളും നിങ്ങൾ ഇടറാതെ നിൽക്കണമെങ്കിൽ, എന്ത് പ്രതിസന്ധികൾ വന്നാലും ലോകം മുഴുവനും നിങ്ങളെ കൈവിടും, ലോകം മുഴുവനും നിങ്ങളെ കൈവിടും. അപ്പോഴും നിങ്ങൾ ഈ പുസ്തകം താത്തുവെക്കാതെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഉറപ്പുവരുത്തണം, എന്നെ വിളിച്ചത് പ്രസ്ഥാനമല്ല, എന്നെ വിളിച്ചത് സ്പിരിച്വൽ ലീഡർ അല്ല, എന്നെ വിളിച്ചത് ഒരു സഭയല്ല, എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ട് എനിക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പുവരുത്തുക. ദൈവം അപ്രധാനമായ കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യാറുണ്ട്, പ്രധാനമായ കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യാറുണ്ട്. അപ്രധാനമായ കാര്യങ്ങൾ ദൈവത്തിന് ഭൂമിയിൽ ചെയ്യാൻ ഒരു ആരെ വേണമെങ്കിലും മതി, ആരെ വേണമെങ്കിലും. എന്നാൽ ദൈവത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരെയും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് ദൈവത്തിന് പണിഞ്ഞെടുത്ത, രൂപപ്പെടുത്തിയെടുത്ത ചിലരെ കൊണ്ട് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ തിരിച്ചറിയേണ്ടത്, എന്നെ ദൈവം വിളിച്ചത് ഒരു സാധാരണ വിളിയല്ല, എന്നെ ദൈവം വിളിച്ചത് ഒരു സ്വർഗീയ വിളിയാണ്. ഇന്നും എന്റെ ഭവനത്തിൽ, അല്ലെ നിങ്ങളുടെ ഭവനത്തിൽ അനേകർ ഈ വിളി തിരിച്ചറിയാതെ, ഈ സത്യദൈവത്തെ അറിയാതെ ഇരിക്കുമ്പോൾ, എന്നെ ദൈവം ഈ സത്യദൈവത്തെ ആരാധിപ്പാൻ, അംഗീകരിപ്പാൻ തെരഞ്ഞെടുത്തെങ്കിൽ അതൊരു സാധാരണ വിളിയല്ല, ഒരു അസാധാരണ വിളിയാണ്. ആ വിളിക്കകത്ത് ദൈവത്തിന് എന്നെ അസാധാരണമായി എന്തോ ചെയ്തെടുക്കുവാനുണ്ട്. അങ്ങനെ ദൈവം ഒരുക്കിയെടുത്ത, ദൈവത്തിന്റെ കരങ്ങളിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ ദൈവത്തിന് ഈ തലമുറയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു തൊഴിലായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്, ഒരു കുടുംബജീവിതമായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്, അടുത്ത തലമുറ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിയെടുക്കണമെന്നായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു, അതല്ല എന്റെ പദ്ധതി. ഞാൻ നിങ്ങളെ ഒരുക്കിയെടുക്കുന്നത്, എനിക്ക് വേറെ ചില പദ്ധതികളുണ്ട്, എനിക്ക് നിങ്ങളെ ഉപയോഗിക്കാനുണ്ട്. ഞാൻ വെറുതെയല്ല. മിനുസമുള്ള 5 കല്ലുകൾ ദാവീദ് തോട്ടിൽ നിന്ന് എടുത്ത് തന്റെ സഞ്ചിയിൽ ഇടുമ്പോൾ ആ 5 കല്ലുകളോ പറയുകയാണ്, ഞങ്ങളെ ഈ ദാവീദിന്റെ കരങ്ങളിൽ സഞ്ചിയിൽ കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം, അവൻ തോട്ടിൽ ഇറങ്ങിയിട്ട് മിനുസമുള്ള 5 കല്ലുകൾ മാത്രം അവന്റെ കൈകളിൽ എടുക്കാനും അതിലൊന്ന് കവിണയിൽ വെക്കാനും കാരണം, ഞങ്ങൾ ജനിച്ചതോ, ഞങ്ങൾ ഈ തോട്ടിൽ കിടന്നത് മിനുസമുള്ളവരായിട്ടല്ല, ഞങ്ങൾ ഇവിടെ കിടന്നവരുമല്ല, ഞങ്ങൾ ആ ഉയർന്ന മലയുടെ മണ്ടയിൽ ഇരുന്നവരാ. എന്നാൽ പലപ്പോഴും കടന്നു വന്ന കുത്തൊഴുക്കുകൾ ഞങ്ങളെ ആ ഇരുന്ന സ്ഥാനത്ത് നിന്ന് കുത്തി ഇളക്കി ഞങ്ങളെ അവിടെ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളിൽ മുനകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഷേപ്പില്ലായിരുന്നു, ഞങ്ങൾ കൂർത്തുമൂർത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, പരിവരുത്ത അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ മിനുസമുള്ളതായെങ്കിൽ ഒരുപാട് ഓളങ്ങളും ഒരുപാട് തിരമാലകളും ഒരുപാട് തട്ടലുകളും ഒരുപാട് മുട്ടലുകളും പലർക്കും ഇല്ലാത്ത ചില വേദനകളും നിനക്ക് മാത്രം ദൈവം തന്ന് ഒരു പ്രത്യേക നിലവാരത്തിൽ നടത്തുമ്പോൾ ഓർത്തുകൊള്ളുക, പലർക്കും ഇല്ലാത്ത ഒരു വിളി എന്റെ മേലുണ്ട്. ജോസഫ് ചോദിക്കുക, എന്റെ അപ്പന് 12 മക്കളുണ്ട്, 12 മക്കളുണ്ട്, ഞാൻ ഒരുവൻ മാത്രം എന്തിനാ കാരാഗ്രഹത്തിൽ, ഞാൻ ഒരുവൻ മാത്രം എന്തിനാ പൊട്ടക്കുഴിയിൽ, ഞാൻ ഒരുവൻ മാത്രം എന്തിനാ അടിമ, ബാക്കി 11 പേരും അപ്പന്റെ വീട്ടിൽ സുരക്ഷിതമായി കഴിയുമ്പോൾ ഞാൻ ഒരുവൻ മാത്രം എന്തിനാ ഈ വേദനകൾ അനുഭവിക്കുന്നത്? ജോസഫിനോട് ദൈവത്തിന് പറയാനുള്ള മറുപടി, 11 പേരുടെ മേലും ഇല്ലാത്ത ഒരു വിളിയാ നിന്റെ മേലുള്ളത്.
കൊള്ളുക. നിന്റെ കൂട്ടു സഹോദരങ്ങൾക്ക്, നിന്റെ ജ്യേഷ്ഠന്മാർക്ക്, നിന്റെ അനുജന്മാർക്ക്, നിന്റെ അമ്മ പ്രസവിച്ച മറ്റൊരു മക്കൾക്കും ഇല്ലാത്ത ഒരുപാട് വേദനകൾ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ മാത്രം. തൊടുന്നിടത്തൊക്കെ അനർത്ഥം, തൊടുന്നിടത്തൊക്കെ കഷ്ടം, ആഗ്രഹിക്കുന്നത് പോലെ മുന്നേറാൻ കഴിയുന്നില്ല. ഈ നിലവാരത്തിൽ ഒരു പന്താവിലൂടെ എന്റെ ദൈവം എന്നെ നടത്തുമ്പോൾ നിരാശപ്പെടരുത്. അവർക്കില്ലാത്ത ഏതോ ഒരു വിളി എന്റെ മേൽ ദൈവം കരുതിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിന്റെ വിളി ഭയങ്കരമാണ്. 7000 പേരെ ആഹാബിന്റെ കാലത്ത് യഹോവയ്ക്ക് മുട്ടുമടക്കാത്ത 7000 പേർ, ദൈവത്തിന് മുട്ടുമടക്കാത്ത 7000 പേർ, എല്ലാവരും ബാലിന്റെ ആരാധനയ്ക്കകത്ത് അട്രാക്റ്റീവ് ആകത്തക്കവണ്ണം മുക്കിന് ബാലിന്റെ ക്ഷേത്രങ്ങൾ വെച്ചു കൊടുക്കാൻ ആഹാബും തന്റെ ഭാര്യ ഇസബേലും തയ്യാറായി ജനങ്ങളെ ബാലാരാധനയിലേക്ക് ആകർഷിച്ചപ്പോൾ ദൈവം പറയുക, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെനിക്കുണ്ട്. കൂടാതെ 50 പ്രവാചകന്മാരെ 2 ഗുഹയ്ക്കകത്ത് ഓബദ്യാവ് അപ്പവും വെള്ളവും കൊടുത്ത് പോഷിപ്പിച്ചിട്ടേക്കുക. പക്ഷെ എന്റെ ചോദ്യം അതല്ല. 7000 പേർ ബാലിന് മുട്ടുമടക്കാതെ അപ്പോൾ ഇസ്രായേലിലുള്ളപ്പോഴും 50-100 പ്രവാചകന്മാർ ഒരു ഭാഗത്ത് അപ്പവും വെള്ളവും കുടിച്ച് ബാലിന് മുട്ടുമടക്കാതെ മാറിയിരിക്കുമ്പോഴും കർമ്മേലിന്റെ കൊടുമുടിയിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തെ വെളിപ്പെടുത്തുവാൻ, ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുവാൻ, വാളുകൊണ്ടവരെ വെട്ടിമുറിക്കാൻ വേറെ ആർക്കുമല്ല നിയോഗം. ഒരേലിയാവിന് മാത്രമേ ഉള്ളൂ. മറ്റാർക്കുമില്ലാത്ത ഒരഭിഷേകം എനിക്കുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ വ്യത്യസ്തരാകാൻ ആഗ്രഹിക്കും. മറ്റാരും നടക്കുന്നത് പോലെ, മറ്റാരും സംസാരിക്കുന്നത് പോലെ, മറ്റാരും ജീവിക്കുന്നത് പോലെ എല്ലാ ഫാഷനുകളും എല്ലാ രീതികളും എനിക്ക് പറ്റത്തില്ല. എന്റെ വിളിയിൽ ഒരു വ്യത്യസ്തതയുണ്ട്. ഈ തലമുറയിൽ ഇത് തിരിച്ചറിയണം. ദാണ്ട് ബേഥേലിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ. പക്ഷെ ആ പ്രവാചകന്മാരാരും എലീശയുടെ മേളിൽ നിന്ന് വീണ പുതപ്പ് കയ്യിൽ പിടിക്കാൻ ഭാഗ്യം ലഭിച്ചില്ലല്ലോ. ആ പുതപ്പെടുത്തി യോർദാനെ അടിക്കാൻ വേറെ ആർക്കും കഴിഞ്ഞില്ലല്ലോ. ആരാം രാജാവിന്റെ സൈന്യം അവിടുന്ന് യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ വേറൊരു പ്രവാചകന് വെളിപ്പെട്ടില്ലല്ലോ. അതിന് ദൈവം ഒരുത്തനെ കണ്ടിട്ടുള്ളൂ. അവന്റെ പേരാ എലീശ. ഞാൻ ബൈബിളിൽ നിന്നും മനസ്സിലാക്കിയൊരു സത്യം, എല്ലാ തലമുറയിലും വ്യത്യസ്തരായി ജീവിക്കാൻ ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു. ഈ തലമുറയിൽ എന്നെ ദൈവം എല്ലാവരും ഓടുന്നത് പോലെ, എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ഒരു വിളി അല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ വ്യത്യസ്തരായി മാറും. നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവം ആഗ്രഹിക്കുന്ന രൂപാന്തരം ഉണ്ടാകും. വേദപുസ്തക താളുകളിൽ നിന്ന് ഒന്നൊന്നായി പറിച്ചെടുക്കുന്ന ചിലരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. എല്ലാ തലമുറയിലും ദൈവം വിളിച്ചവർ വ്യത്യസ്തരായിരുന്നു. അവരുടെ ജീവിതം വ്യത്യസ്തമായിരുന്നു, അവരുടെ സംസാരം വ്യത്യസ്തമായിരുന്നു, അവരുടെ ആരാധന വ്യത്യസ്തമായിരുന്നു, അവരുടെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമായിരുന്നു, അവരുടെ വസ്ത്രധാരണം വ്യത്യസ്തമായിരുന്നു. ദൈവം വിളിച്ചവൻ എല്ലാ കാലത്തും ദൈവത്തിന്റെ വിളി കേട്ടവർ വ്യത്യസ്തരായി ജീവിക്കാൻ പരിശീലിച്ചിട്ടുണ്ട്. ദൈവം അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രവാസികളായി ഒരുപാട് പേരെ കൊണ്ടുപോയില്ലേ? പക്ഷേ ദാനിയേലിന്റെ ഭക്ഷണ രീതി വേറെ അല്ലായിരുന്നോ? ഞാൻ തെളിവുകൾ തരാം. ഭക്ഷണത്തിൽ വ്യത്യസ്തത ഉണ്ടാകും, വസ്ത്രത്തിൽ വ്യത്യസ്തത ഉണ്ടാകും, ആരാധനയിൽ വ്യത്യസ്തത ഉണ്ടാകും. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇന്ന് ആരാധിച്ച രീതിയല്ല അടുത്ത ആഴ്ച നമ്മൾ ആരാധിക്കുന്നത്. ഇന്നലെ ജീവിച്ച രീതി ആയിരിക്കത്തില്ല നിങ്ങളുടെ ഭവനത്തിൽ ജീവിക്കുന്നത്. ഇന്നലെ വരെ ഭാര്യയോട് ഇടപെട്ട സംസാര രീതി ആയിരിക്കത്തില്ല ഈ വചനം വെളിപ്പെട്ട് കഴിയുമ്പോൾ നാവിന് പരിച്ഛേദന ഉണ്ടാകും. വ്യത്യസ്തനായിരിക്കണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഡിഫറന്റ് ആയിട്ട് ജീവിക്കാൻ, ഒരു ഡിഫറന്റ് സ്പിരിറ്റ്
അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നൂന്റെ മകനാകുന്ന ജോഷുവ, യെഫൂന്നയുടെ മകനാകുന്ന കാലേബ്, അവര് വേറൊരു സ്പിരിറ്റ് ഉള്ളവരാണ്. ആ ഒരു സാക്ഷ്യം ദൈവം നിങ്ങളെ കുറിച്ച് പറയണം, എന്നെ കുറിച്ച് പറയണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരാളെ ദൈവം എല്ലാ തലമുറയിലും തെരഞ്ഞെടുക്കുന്നവർ വ്യത്യസ്തരായിരിക്കും. ഓരോരുത്തരെ എടുക്കാം. ഞാൻ ഈ പറഞ്ഞവരെല്ലാം ഇതിനകത്ത് വരും. ആദ്യമായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വ്യക്തിയെ, ആ വ്യക്തി ഒന്ന് തൊട്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ. ആ ഒരൊറ്റ വ്യക്തിയെ മാത്രമേ തുടങ്ങുള്ളൂ. ആരാ വ്യക്തി എന്ന് നിങ്ങൾക്കറിയാമോ? ഹാനോക്ക്. ഹാനോക്ക്. ആദമാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആദമാണ് ഒന്നാമത്തെ മനുഷ്യൻ. അതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലെങ്കിൽ ബൈബിൾ മത്തായിയും ലൂക്കോസും വംശാവലി എഴുതിയവരാ. വംശാവലി എഴുതിയിട്ട് വന്നപ്പോൾ ഏറ്റവും ഇങ്ങനെ പറഞ്ഞു വന്നു, അങ്ങനെ ആദം ദൈവത്തിന്റെ മകൻ. അപ്പൊ അങ്ങനെയാ തുടക്കം. ആദമിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നു 7-ാമനായ ഹാനോക്ക്. ഞാൻ ഈ ഭാഗം ഇന്നലെയും ഇന്നൊക്കെ അധ്യായം വായിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിലെ സെമിത്തേരിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ സെമിത്തേരി എന്നാണ് 5-ാം അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ അധ്യായം നിങ്ങൾ ഇന്ന് നോക്കുമ്പോൾ ആദം, ഏനോസ്, അല്ലെ, മഹലേൽ, അല്ലെ, കേനോൻ, പിന്നെ ഇങ്ങനെ 6 തലമുറകൾ മാറി വന്നിട്ട് യാരദിന് പിറന്ന ഒരു മകനായിട്ട് ആരെ കൊണ്ടുവന്നു? അപ്പം ആദം, ഏനോസ്, സേത്ത്, മഹലേൽ, യാരദ്, അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന വ്യക്തി ആരാ? ഹാനോക്ക്. എന്താ ഈ 6 പേരുടെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ? ആദം മക്കളെ ജനിപ്പിച്ചു, സേത്ത് മക്കളെ ജനിപ്പിച്ചു, ഏനോസ് മക്കളെ ജനിപ്പിച്ചു, മഹലേൽ, കേനോൻ, യാരദ്. 6 അപ്പന്മാരുടെയും കുടുംബചരിത്രം ഹാനോക്ക് എടുത്തൊന്ന് പഠിച്ചപ്പോ ചരിത്രം നല്ല ഭയങ്കരം. നമ്മൾ ഈ നാട്ടിൽ കുടുംബയോഗം ഒക്കെ വെക്കാറുണ്ട്, നല്ലത് തന്നെ വെക്കണം. പക്ഷെ ആ കുടുംബത്തിൽ ചരിത്രം പഠിച്ചേച്ച് നോക്കണം. ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു എന്നല്ലാതെ ആ അപ്പനെ കുറിച്ച് എന്തെങ്കിലും കൂടെ എഴുതാൻ ദൈവാത്മാവിന് തോന്നിയോ? ഇത് തന്നെയല്ലേ മൃഗവും ചെയ്യുന്നേ? ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. ഇത് തന്നെയല്ലേ അറിവിൽ ബോധവുമില്ലാത്ത മൃഗവും ചെയ്യുന്നേ? അതിനപ്പുറമായി ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ കഴിയുമോ? ജനിച്ചു, ജനിപ്പിച്ചു, ഇനി മരണം കാത്തിരിക്കുകയാണോ? അല്ല. ഈ തലമുറയിൽ ഒരു അല്പായുസ് ദൈവം തന്നതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തോട് കൂടെ നടക്കും. 65-ാമത്തെ വയസ്സിൽ കുടുംബചരിത്രം പഠിച്ചപ്പോൾ ഹാനോക്കിന് മനസ്സിലായി, എന്റെ അപ്പൻ യാരദോ, എന്റെ അപ്പൻ മഹലേലോ, എന്റെ അപ്പൻ ഏനോസോ കേനോനോ ഒന്നും ദൈവത്തോടു കൂടെ നടന്നിട്ടില്ല. അവർ ജനിച്ചു, കുറെ മക്കളെ ജനിപ്പിച്ചു, കുറെ വീട് പണിതു, കുറെ വസ്തു സമ്പാദിച്ചു, അവർ മരിച്ചു. പക്ഷേ ഞാനൊരു തീരുമാനമെടുക്കുക, എന്റെ അപ്പന്മാർ ചെയ്യാത്തൊരു കാര്യം ഒരു പണി കൂടെ കടന്ന് എന്റെ ദൈവത്തോട് കൂടെ നടക്കാൻ. ഇതാ ദൈവത്തിന്റെ വിളിയുടെ പ്രത്യേകത. പിതാക്കന്മാർ ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിളി എന്റെ മേൽ കിടക്കുക. എന്താ വിളി എന്നറിയാമോ? ദൈവത്തോട് കൂടെ നടക്കാൻ. ഈസിയാണോ? അല്ല. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ചരിത്രത്തിലും പ്രവചനത്തിലും വംശാവലിയിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് പിന്നീട് നമ്മൾ കാണുന്ന 1-ാം അധ്യായത്തിലാണ്, വംശാവലിയില്. പിന്നെ നമ്മൾ കാണുന്ന ഹാനോക്കിനെ കുറിച്ച് വിശ്വാസ വീരന്മാരുടെ പട്ടികയിലാണ്. പിന്നെ നമ്മൾ കാണുന്നത് യൂദ പറഞ്ഞു ഹാനോക്ക് പ്രവചിച്ചെന്ന്. അതിൽ കവിഞ്ഞ് ഈ മനുഷ്യനെ കുറിച്ച് ഒന്നും പറയാനില്ല. 65-ാമത്തെ വയസ്സിൽ തനിക്കൊരു വെളിപ്പാട് ലഭിച്ചു.
ജനിക്കാനും ജനിപ്പിക്കാനും മരിക്കാനും അല്ല ദൈവം എന്നെ സൃഷ്ടിച്ചേ, തന്റെ കൂടെ നടക്കാനാണ്. തന്റെ കൂടെ നടക്കുന്നവൻ വ്യത്യസ്തനായിരിക്കും. ഞാൻ ചോദിക്കുക, ഹാനോക്കെ, ദൈവത്തോട് കൂടെ നടക്കാൻ നീ മോഡലാക്കിയത് ആരെയാ? നിന്റെ പാസ്റ്ററോ? നീ മോഡലാക്കിയത് ആരെയാ? നിന്റെ കൂട്ടുവിശ്വാസിയോ? നിന്നെ ഇങ്ങനെ ദൈവത്തിന്റെ കൂടെ നടക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് നിന്നെ എൻകറേജ് ചെയ്യാൻ ആരുണ്ടായിരുന്നു? നിന്റെ സഭയിലെ പാസ്റ്ററോ? നീ ഇടയ്ക്ക് വഴിതെറ്റുമ്പോൾ നിനക്ക് ആലോചന പറഞ്ഞു തരാൻ ബൈബിൾ ഉണ്ടായിരുന്നോ? ഇങ്ങനെ നിനക്ക് വ്യാഴാഴ്ച മെസ്സേജ്, വെള്ളിയാഴ്ച മെസ്സേജ്, പിന്നെ പ്രേസലിൽ മെസ്സേജ്, പിന്നെ യൂട്യൂബിൽ മെസ്സേജ്, പിന്നെ പവർ വിഷൻ മെസ്സേജ്, ഇങ്ങനെ നിരന്തരം മെസ്സേജ് കേൾക്കാൻ വല്ല ചാനലും ഉണ്ടായിരുന്നോ? ഹാനോക്ക് പറയും, ഈ പറഞ്ഞതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല. എനിക്കൊരു സഭായോഗമില്ല, എന്നെ നടത്താൻ ഒരു പാസ്റ്റർ ഇല്ല, മോഡലാക്കാൻ. പലരും എന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ്, മോഡലാക്കാൻ ആരുണ്ട്? മോഡലാക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴും ഒരുവൻ ദൈവത്തോട് കൂടെ നടന്ന ചരിത്രം വിശുദ്ധ ബൈബിൾ എന്റെ മുമ്പിൽ വരച്ച് കാണിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി മുഴുവൻ കഥകളും കുഴിച്ചിട്ടിട്ട് ഹാനോക്കിന്റെ തലമുറയിൽ അവൻ ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ ഈ തലമുറയിൽ എനിക്ക് നടക്കാം. അതിനുള്ള വിളിയാ എന്റെ മേൽ ദൈവം വിളിച്ചത്. അതിൽ കുറഞ്ഞൊരു വിളി ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോട് കൂടെ നടക്കാൻ ഞാൻ ബൈബിളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. യഹോവ ജോസഫിന്റെ കൂടെ, യഹോവ ദാവീദിന്റെ കൂടെ. അത് നല്ല എളുപ്പമുള്ളൊരു വാക്യമാണ്. അങ്ങനെ പലരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ ചുരുക്കം ചിലരെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. അവർ ദൈവത്തിന്റെ കൂടെ. ദൈവം എന്റെ കൂടെ എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ ദൈവത്തിന്റെ കൂടാണോ? ഞാൻ ദൈവത്തിന്റെ കൂടാണോ? അവിടെ നമ്മൾ ശോധന ചെയ്യേണ്ടത്. എന്റെ വിളി ഈ തലമുറയിൽ വ്യത്യസ്തനാണ്. ഞാൻ ഷെയറിങ്ങിന് താമസിക്കുന്നിടത്ത് അവരെക്കാൾ ഞാൻ പലതിലും വ്യത്യസ്തനാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആ കൂടെ ജോലി ചെയ്യുന്ന പലരെക്കാൾ ഞാൻ വ്യത്യസ്തനാണ്. ഒറ്റ കാരണത്താൽ ഉന്നതമായ ഒരു വിളി എന്റെ മേലുള്ളത് കൊണ്ട്. എല്ലാവരും സംസാരിക്കുന്ന സംസാര രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാരണത്താൽ ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കുക. കൂടെ നടക്കാനുള്ള ഒരു യോഗ്യത എന്താ? ആമോസ് പറയുന്നു, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ പറ്റുമോ? ആമോസ് 3:3. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒന്നിച്ച് നടക്കാൻ പറ്റുമോ? രണ്ടാമതായി പറയുന്നു, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്റെ കൂടെ നടക്കും. 3, യോനാഥാനും ദാവീദും തമ്മിൽ ഒന്നിച്ച് നടക്കാനുള്ള കാരണം ഒരാഴമായ സ്നേഹമാണ്. ഹാനോക്ക് എത്ര വർഷം ദൈവത്തോടുകൂടെ നടന്നു? എത്ര വർഷം? 300 വർഷം. ആ തലമുറയിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത്, ഹാനോക്കെ എങ്ങനെ ഇരിക്കുന്നു? വിശേഷം എന്തുകൊണ്ട്? ആത്മീയമായിട്ട് ബലപ്പെട്ടിരിക്കുന്നു, ഇന്ന് പ്രാർത്ഥിച്ചോ? ഫാസ്റ്റിംഗ് ആയിരുന്നോ? ചോദിക്കാൻ ആരുമില്ലായിരുന്നു. റോൾ മോഡലാക്കാൻ ഹാനോക്കിന് ആരുമില്ലായിരുന്നു. തനിക്ക് ഇതുപോലൊരു സഭായോഗം കിട്ടാറില്ലായിരുന്നു. തന്നെ ഉപദേശിക്കാൻ ഉപദേശിമാരില്ലായിരുന്നു. ഇതൊന്നുമില്ലെങ്കിലും ഇല്ലാത്ത കാലത്തും ചിലർ ദൈവത്തോട് കൂടെ നടന്നു. ഒറ്റ കാരണത്താൽ അവരുടെ വിളി അവർ തിരിച്ചറിഞ്ഞു. എന്റെ ഭവനത്തിൽ നമ്മുടെ ചിലരുടെ വാശിയുണ്ട്, അയ്യോ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറ ഉള്ളിടത്തേ ഞങ്ങൾ. എന്താ ഈ കല്ലറയുടെ പ്രത്യേകത? ഈ കല്ലറയ്ക്കകത്ത് കിടക്കുന്നവരുടെ ക്വാളിറ്റി ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. ഇത് തന്നല്ലേ നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾ ചെയ്തത്? അതിനപ്പുറമായി അവരെന്തെങ്കിലും ചെയ്തോ? പക്ഷെ അതിനപ്പുറമായി ഒരു വിളി എന്റെ മേൽ വന്നു. ദൈവത്തോട് കൂടെ നടക്കാം. ഏത് മേഖലയിലും ഒന്ന് തിരിച്ചറിയണം, ഞാൻ ദൈവത്തോട് കൂടെ നടക്കുക. ഞാൻ ദൈവത്തോട് കൂടെ നടക്കുക. ദൈവം ഏത് കാലത്തും വിളിച്ചവർ വ്യത്യസ്തരായിരിക്കും. അവരുടെ ലൈഫ് വ്യത്യസ്തമായിരിക്കണം. അവരുടെ എല്ലാ മേഖലകളിലും ഒരു വ്യത്യസ്തത അനുഭവിക്കും. അതാണ് നമ്മളെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ദൈവം തൻ്റെ കൂടെ ഇരിക്കാൻ. മർക്കോസ് 3:13 വാക്യം കൂടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. മർക്കോസ് 3:13. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ എന്ത് ചെയ്തു?
അടുക്കൽ വിളിച്ചു. എന്തിനാ വിളിച്ചേ? എല്ലാരെയും വിളിച്ചില്ല, ദൈവത്തിന് ചിലരെ ബോധിച്ചു. ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോഴും ദൈവം അങ്ങനെ പറഞ്ഞു, എനിക്ക് ബോധിച്ചൊരു പുരുഷനെ ഞാൻ എന്ത് ചെയ്തു, കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ അവർ 5 പേരുണ്ട്. അവർ 5 പേരും മാറി ഇന്ന് ദൈവത്തിന്റെ കോടതിയോട് ചോദിക്കുക, ഞങ്ങളെ 5 പേരെ തള്ളിയിട്ട് ഇവനെ മാത്രം എന്താ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ ദൈവം പറയും, എനിക്ക് ബോധിച്ചിട്ടാ. നിങ്ങൾക്ക് വാ തുറക്കാൻ അധികാരമില്ല, എനിക്ക് ബോധിച്ചവരെ ഞാൻ തെരഞ്ഞെടുത്തു. എന്തിനാ? അടുത്ത വാക്യം, ഒറ്റ കാര്യം, കൂടെ ഇരിക്കാൻ. ബാക്കിയൊക്കെ അടുത്തതാ. പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കാനും വ്യാധികളെ സൗഖ്യമാക്കാനും ഒക്കെ അവരെ തെരഞ്ഞെടുത്തത്. പക്ഷെ അവർ ഓടി നടക്കുന്നതിലല്ല ദൈവത്തിന് ഇഷ്ടം, തന്റെ കൂടി ഇരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പദം ഓർമ്മയുണ്ടോ? ലോകം മുഴുവനും സുവിശേഷം അറിയിച്ച പ്രഗത്ഭനും പ്രസിദ്ധനുമായ അറിയപ്പെട്ട ഡോക്ടർ ബില്ലി ഗ്രഹാം. അദ്ദേഹത്തെ പ്രായാധിക്യത്തിലെത്തി താൻ ക്ഷീണിതനായി ഭവനത്തിലിരിക്കുന്നു. ഇന്റർവ്യൂവിനായി തന്റെ അടുത്ത് ചെന്നവർ തന്നോട് ചോദിച്ചു, സർ, ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യക്തികളോട് സുവിശേഷം അറിയിച്ചതാണ് വിവിധ മീഡിയാസിലൂടെ. അമേരിക്കൻ പ്രസിഡന്റിനോട് പോലും പല പ്രാവശ്യം മെസ്സേജ് കൈമാറാൻ ബില്ലി ഗ്രഹാമിന് അവസരം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവരായുസ്സൂടെ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബില്ലി ഗ്രഹാം മൃഗങ്ങളോട് പറഞ്ഞത്, എൻ്റെ കഴിഞ്ഞ ആയുസ്സിൽ കൂടുതൽ സമയം ഞാൻ ഈ യാത്രയ്ക്കും പ്രസംഗത്തിനുമായിരുന്നു എടുത്തത്. കൂടുതൽ സമയം ട്രാവൽ ചെയ്യുന്നു, പ്രസംഗിക്കുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു, ഇനി ഒരായുസ് കർത്താവ് എനിക്ക് തന്നാൽ കുറച്ച് യാത്രയും കുറച്ച് പ്രസംഗിക്കും, കൂടുതൽ അവൻ്റെ പാദപീഠത്തിലിരിക്കും. ഞാൻ അങ്ങയുടെ വചനം പഠിക്കും. എൻ്റെ കണ്ണുകൾ ആ ഭാഗം വായിച്ചപ്പോൾ നിറഞ്ഞുപോയി. കർത്താവിന് താല്പര്യം തൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന മക്കളെയാണ്. അധികം സമയം ഉപവാസ പ്രാർത്ഥനയിൽ തീരുമാനമെടുത്തത് മറന്നോ? അരമണിക്കൂർ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കാമെന്നുള്ളത് തിരക്കുകളുടെ കൂട്ടത്തിൽ മറന്നെങ്കിൽ ഒന്നുകൂടെ ഞാൻ അപ്രതിഷ്ഠ ഓർമ്മിപ്പിക്കുകയാണ്. ഈ തലമുറയിൽ എൻ്റെ മേലുള്ള വിളി വ്യത്യസ്തമാണ്. എല്ലാവരെയും പോലെ ജീവിക്കാനല്ല ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, വ്യത്യസ്തനായി ജീവിക്കാൻ. അതെൻ്റെ പ്രാർത്ഥനയിലും അതെൻ്റെ ജീവിതത്തിലും അതിൻ്റെ എല്ലാ മേഖലകളിലും. ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ അടയ്ക്കാം. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങളോടൊപ്പാകണം. തങ്കലേഖാഭിചിത്തന്മാരായിരിക്കുന്നവരുടെ മേൽ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണം എല്ലാവരും കാണിക്കുന്നു. ആ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്: തന്റെ സന്നിധിയിൽ വ്യത്യസ്തരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരുണ്ടെന്ന് നോക്കി ദൈവം തന്റെ കണ്ണുകളിൽ ഈ തലമുറയിൽ ഞാനുണ്ട് കർത്താവേ, നിന്റെ സന്നിധിയിൽ വ്യത്യസ്തനായി ജീവിക്കാമെന്ന് പറയാം. നമ്മെ തന്റെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നാം ഒരുമിച്ച്